നയനയുടെയും ആദർശിൻ്റെയും പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ എല്ലായിടത്തും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അബിയാണെങ്കിൽ ഏഞ്ചലറിയുടെ പുതിയ ഷോറൂമിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണെന്നൊക്കെ. ആ സമയത്ത് നമ്മൾ മുത്തശ്ശനാണെങ്കിൽ പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട്, അതിന് എന്ത് യോഗ്യതയാണ് അതിനൊക്കെ മാനേജർ ആവാനുള്ളതെന്നൊക്കെ. അപ്പം അതിന് മറുപടി നവ്യ തന്നെ കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള മറുപടി തന്നെ നവ്യ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നവ്യ പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുത്തെ ജ്വല്ലറിയിൽ അവനിക്ക് ജോലി കൊടുക്കുക. നിങ്ങൾ ഇവിടുത്തെ ജ്വല്ലറിക്ക് അവനിക്ക് ജോലി കൊടുക്കത്തതുമില്ല, അവനിക്ക് വേറെ ആരെങ്കിലും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളോട്ട് സമ്മതിക്കത്തതുമില്ല. പിന്നെ അവൻ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ പറയുന്നതെന്നൊക്കെ നമ്മൾ നവ്യയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ ആദർശിനെ ആദർശാണെങ്കിൽ നമ്മൾ നയനെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തായാലും അവൻ സ്വർണ്ണക്കടത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കറിയായിരിക്കും. അപ്പം പിന്നെ എന്താ അറിഞ്ഞു വെച്ചിട്ട് അവരാണെങ്കിൽ ഇത്രയ്ക്ക് ഒരു വലിയ പൊസിഷനിൽ അവനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കനകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അബിയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അബിയെടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഏഞ്ചലറിയിലാണെങ്കിൽ മാനേജറായിട്ട് ജോലി കിട്ടിയെന്നൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അബി പറയുന്നുണ്ട്, ആ കിട്ടി, ഇങ്ങനെ ഒരു ഓഫർ വന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ കനക പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്യും, മോനാണെങ്കിൽ അതങ്ങ് പേപ്പറൊക്കെ അങ്ങ് കീറി കളഞ്ഞേരേന്ന് പറഞ്ഞ്. മോൻ അവിടെ പോയി ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മോൻ നല്ലതുപോലെ വെള്ളം കുടിക്കുമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ കനക ചെറിയൊരു ഭീഷണിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അബിയാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നമ്മൾ അബിയൊക്കെ നിൽക്കുന്നുണ്ട്. അബിയാണെങ്കിൽ ഇപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കുപെട്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ അബിയൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.